ദാ ഇതുപോലൊരു കൂർക്ക മെഴുക്ക് പുരട്ടി മോര് കാച്ചിയതുണ്ടെങ്കിൽ ചോറുണ്ണാൻ വേറെ ഒരു കറിയുടെ ആവശ്യമില്ല. അപ്പോൾ ദാ കൂർക്ക മെഴുക്ക് പുരട്ടി തയ്യാറാക്കിയെടുക്കാൻ കുറച്ച് കൂർക്ക എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ തൊണ്ടൊക്കെ കളഞ്ഞിട്ട് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഞാൻ ദാ വേവിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് വേണ്ടത് കുറച്ച് ചെറിയുള്ളി. ചെറിയുള്ളി നമ്മൾക്ക് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം. അതുപോലെ തന്നെ ഒരു 4ഓ 5ഓ വെളുത്തുള്ളിയും കൂടി ഞാൻ എടുത്തിട്ടുണ്ട്. അത് നല്ലപോലെ ചതച്ചെടുക്കുക. ഇനി ഇതിനകത്തേക്ക് വേണ്ടത് എരിവിന് ആവശ്യമായിട്ടുള്ള വറ്റൽ മുളകാണ്. മുളക് പൊടി നമ്മൾ ഇതിനകത്തേക്ക് ചേർക്കണില്ല. അപ്പോൾ ഇതാ വറ്റൽമുളകും നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതാ സ്റ്റവ് ഓൺ ചെയ്തിട്ട് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ചേർത്ത് കൊടുത്തത് വെളിച്ചെണ്ണയാണ്. പിന്നെ കുറച്ച് കടുകും നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ചെറിയുള്ളിയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇത് അതിനകത്തേക്ക് വറ്റൽമുളക് ചതച്ചും കൂടി ചേർത്തിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. തീ സമയത്ത് ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കണം കേട്ടോ. ഇത് നന്നായിട്ട് നമ്മൾക്കിത് മൂത്ത് കിട്ടിയിട്ടുണ്ട്. ഇതിന് മുകളിലേക്ക് ലേശം കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇനി ഇതാ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കൂർക്ക ചേർത്ത് കൊടുക്കുക. അപ്പോൾ കൂർക്കയിൽ നമ്മൾ ഉപ്പ് ചേർത്തത് കൊണ്ട് ഇനി ഉപ്പിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. നോക്കിയിട്ട് ഇല്ലെങ്കിൽ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ കൂർക്ക മെഴുക്ക് പുരട്ടി റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതാ മോര് കാച്ചിയതിൻ്റെ റെസിപ്പി നമ്മുടെ ചാനലിൽ ഞാൻ ഇതിനു മുമ്പും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തേക്കാം. കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കൂട്ടോ. അപ്പോൾ ഇന്നത്തെ ലഞ്ചിനായിട്ട് ഇതാ കൂർക്ക മെഴുക്ക് പുരട്ടിയും അതുപോലെ തന്നെ മോര് കാച്ചിയതുമായിരുന്നു. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കല്ലേ.